ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി കഞ്ഞിയഞ്ചാണ് അപ്പച്ചി. എന്റെ ഐസ്ക്രീം താടാ. ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മളിത് ചേർത്തല വരെ പോകുമായിരുന്നു. നമ്മുടെ കസിൻ്റെ ബുള്ളറ്റ് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. സ്റ്റാർട്ടാക്കിയപ്പോൾ പെട്രോൾ ഇല്ല. സോ നമ്മൾ പോയി പെട്രോൾ വാങ്ങിക്കുന്നു, എന്നിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് പെട്രോൾ ഇതുകൂടി അങ്ങോട്ടൊന്ന് കൊടുത്തരാം അപ്പച്ചി. അപ്പോൾ ഗായ്സ് നമ്മൾ പോകുന്ന വഴിക്ക് ഇന്ന് കഞ്ഞി 5 അപ്പോൾ നമ്മൾ കഞ്ഞിയും കുഴയും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചടിക്കലും നമുക്ക് അതും കൂടെ കൊടുത്തിട്ട് പോവാം. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഫാൻസ് ബഹളം ഇത് ചെയ്യാനാ. ഗായ്സ് അപ്പം നമ്മളത് അപ്പച്ചയുടെ വീട്ടിൽ വന്നു. ഇല്ല, ഞങ്ങൾ പോണ് രഞ്ജിത അപ്പച്ചടിക്കലോട്ട് പോവാ. കഞ്ഞി കൊണ്ടുപോകണം? അല്ല, ബുള്ളറ്റും കൊണ്ടുപോണ്. അങ്ങനെ കൃഷ്ണ ചീക്കയുടെ വീട്ടിൽ നിന്ന് കഞ്ഞിയും കുഴയൊക്കെ ആയിട്ട് വരികയാണ് ഗായ്സ്. എല്ലായിടത്തിനും കുഴ തന്നെ അല്ലേ ഇപ്പം? എല്ലായിടവും കുഴ തന്നെ അല്ലേ? പെട്രോൾ പിടിക്കെങ്കിലേ. ഓക്കെ, പിടിച്ചോ. അപ്പോൾ ഗായ്സ് നമുക്കിനി പിന്നെ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഹിമാലി ടാറ്റ. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാണാൻ കഴിക്കാം. ഞാൻ പറയാം, വാഴയ്ക്കാപ്പം കാണണം. എന്താണേലും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ്. പിന്നെ അപ്പച്ചി കൂടുതൽ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബിരിയാണി വെക്കാൻ പോയപ്പോൾ ഞങ്ങൾ വേണ്ടത്. പിന്നെ എന്തായാലും കഴിക്കാൻ നല്ല രീതിയിൽ ഭക്ഷണം കാണുമെന്നാണ്. പൊറോട്ട ചിലപ്പോൾ കാണുമായിരിക്കാം. സാധാരണ എപ്പോഴും കാണാറുള്ള സാധനമാണ് അപ്പച്ചിക്ക് പൊറോട്ട. അതെ, അപ്പച്ചി വിളിക്കുകയാണ് ഗൈസ്. അപ്പച്ചിയാണ് ഗൈസ് വിളിക്കുന്നത്. ഞങ്ങൾ വരുന്നില്ല അപ്പച്ചി, വരുന്നില്ല. എന്താ അപ്പച്ചി? അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു. ശരി ശരി ഗൈസ്. അയ്യോ, അപ്പച്ചി എന്തൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി? റൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി. അത് മതി. റൈസ് ശരിയാക്കിയില്ലെങ്കിൽ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി കഞ്ഞിയഞ്ചാണ് അപ്പച്ചി. റൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കഞ്ഞി കുടിച്ചിട്ട് പോടി. അത് മതി. ഗൈസ് ഞാൻ പറയാം ഗൈസ്, ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ ഞങ്ങൾ വരാൻ നേരത്തേക്കിനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സംഭവങ്ങളൊക്കെ അപ്പച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് പറഞ്ഞാ ഞാൻ പറഞ്ഞ കൃഷ്ണ ഒരു വീഡിയോ എടുത്ത് അപ്പച്ചി നമുക്ക് എന്തൊക്കെയായിരിക്കും കരുതാ. പൊറോട്ട കാണും, പിന്നെ കഞ്ഞി 5 കാണുമെന്നുള്ളൊരു സംശയമാണ്. ഞങ്ങളെ സ്നേഹനിധിയായ അപ്പച്ചി ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം. വന്ന ഉടനെ നമുക്ക് കുറച്ച് ക്യാഷ് തിന്നാം. ശ്രീകൃഷ്ണ പിയർ വന്ന ഉടനെ ഭക്ഷണം കഴിക്കുക. എഴുന്നേറ്റ് വന്നോളൂ. വേണ്ട, ഐസ്ക്രീം മതി. എന്ത് ചെയ്യാനാ ഇനി എന്തൊക്കെ തിന്നണം അറിയാവോ? അതെന്തുവാ? ഐസ്ക്രീം ഞങ്ങൾ തന്നെ തിന്നുന്നു. പക്ഷേ സ്കൂപ്പിയാ മാത്രം അറിയത്തില്ലെന്ന്. അതറിയാം.
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിപ്പോൾ ചെയ്യുന്നതായിരിക്കും. അത് ഇതിൽ സ്കൂട്ട് ചെയ്തിട്ട് പാടാണ്, കറങ്ങി വരത്തില്ല. ഏതാ അല്ല വീട്ടിലിരിപ്പുണ്ട് ഞങ്ങളുടെ. പഴംപൊരിയൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. ഇപ്പോൾ പായസം കുടിക്കുന്നു, അണ്ടിപ്പരിപ്പ് ബദാം. അപ്പച്ച കഴിക്കുന്നില്ലേ? ഇത് കഴിച്ചിട്ട് വരാം ഇനി. 1,00,000 രൂപയാ ഇതിലെത്ര ഉണ്ട് അപ്പച്ചി? ഇത് പൊട്ടിച്ച എത്ര രൂപയാണ്? അത് പൊട്ടിച്ച എത്ര രൂപ കിട്ടും? ആണ് ഭയങ്കര വെയിറ്റ് കാരണം പോകുന്നില്ല. ഇത് എത്ര നാളായി സേവിങ്സാ? ചില്ലറ ഊരാൻ പറ്റാത്ത അങ്ങനെയാണ്. ഇത് പോകും അപ്പൊ കുടിക്കല്ലേ? എത്ര രൂപ ഉണ്ടായിരുന്നു ഇത് പൊട്ടിച്ചപ്പോ? ആണ് വെട്ടിയിട്ടുണ്ട്. 500-ന്റെ ഒക്കെ 2-3 വെട്ടലുണ്ട് കേട്ടോ. എടി നിറച്ചിട്ട് പൊട്ടിച്ചാ പോരായിരുന്ന? നല്ല എന്റെ ഐസ്ക്രീം താടാ. കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഹായ് ഷേ, ഹായ് ഷേ. എങ്ങോട്ട് വന്നേ ഷേ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ആ ഇതാരാ കുഞ്ഞിന് ഷർട്ട് ഇട്ടെന്നാ? കുഞ്ഞു തന്നെയാണ് ഇട്ടാ? ആ തന്നെ ഇട്ടേന്റെയാണ്. മാമന്റെ അടുക്ക ചെല്ല്. ഗുരുദേവന്റെ എന്തുവായിരുന്നു ഒക്കെ ഇന്ന്? അടുത്ത പായസം കുടിക്കാം. എന്തോ മാജിക്? അങ്ങോട്ട് അങ്ങോട്ട് അവിടെ എനിക്ക്. ആ കാണിച്ചു. എന്തുവാ? താക്കോലില്ല. ആ എന്റെ മോനെ ദേ ഇതാരും പഠിപ്പിച്ചെന്ന്? ഓഹോ ചായ കുടിക്കാം ഗൈസ് നമുക്ക്. ചായ കുടിക്കാം. അപ്പം നമുക്ക് ഇനി അടുത്ത സാധനം കഴിക്കാൻ വരും. മഞ്ഞ കളറിലൊരു മധുരമുള്ള സാധനം ഇല്ലായിരുന്ന? അതിൻ്റെ ഓറഞ്ച് ഫ്ലേവർ. ഇതിപ്പം ഒരെണ്ണം തരാനല്ലേ പറഞ്ഞ? ചിക്കൻ. നെക്സ്റ്റ് എന്താ കൃഷ്ണ? നെക്സ്റ്റ് എന്താ? അരിപ്പത്തിരി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. ഞാൻ വന്നിട്ട് ഈ കസേരന്ന് എണീറ്റിട്ടില്ല. ഞാൻ ഈ സോഫയിൽ തന്നെ. നീയും അല്ലേ? നമ്മൾ എണീറ്റിട്ടുണ്ട്. തിന്നുക തിന്നുക. പക്ഷെ എനിക്ക് ഒരെണ്ണം മതിയായിരുന്നു ആദ്യമേ. ഇല്ല ഒരെണ്ണം മതി. ഡയറ്റാണ്. ഒരെണ്ണം എടുത്തോ പച്ചി? ഇല്ല ഒരെണ്ണം എടുക്ക്. ഞാൻ എടുക്കാൻ വേണമെങ്കിൽ. ഹായ്. കാല് വേണ്ട. കാലെനിക്ക് വേണ്ട. കാലൊക്കെ കൊടുത്തോ. എനിക്ക് നല്ലൊരു കുഞ്ഞിക്കാൽ. വളരെ വളരെ ചെറുതാ. എന്നാ ഇതെടുക്ക. എനിക്ക് കാല് വേണ്ട. എന്നാ എടുത്തു. അങ്ങനെ ഗായ്സ് എങ്ങനെ റെഡി? കിള്ളിക്കിളിയാണോ തിന്നുന്നത്? 2 കൈ വെച്ചാണോ തിന്നുന്നത്?
എരിവാ അമ്മച്ചി വെള്ളം കൂടി വേപ്പന് എങ്ങനുണ്ട് ഗായ്സ്? അപ്പൊ നമ്മളിപ്പം പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്താണ് ഐസ്ക്രീം ഒന്നുമില്ല. ഐസ്ക്രീം പ്ലസ് ഗുലാബ് ജാമുൻ. അയ്യോ പാറുവൊക്കെ പോകാൻ പോണു. ഇല്ല വരുന്നുണ്ട്. പഞ്ച് വേണം. ചേപ്പൻ എടി എന്തോ ആവാറ് ഇത്? അതെന്ത് മനസ്സിലാവാ? ഇത് നമ്മുടെ വീടല്ലേ പാറു? എല്ലാം കൂടെ തിന്നു നമുക്ക് എന്താ അർത്ഥം? എന്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇനി ഉണ്ടായിരുന്നു ജോലിക്ക് വേണ്ട. അപ്പൊ വേണമെങ്കിൽ തിന്നോളൂ, വേണമെങ്കിൽ ഇത്തിരി തരാം. ഒക്കെ ഇപ്പൊ എന്നോട് ചോദിക്കും നീ എന്തെടുക്കലാടി എടുത്തു വെച്ചിരിക്കുന്നെന്ന് ചോദിക്കും. കേട്ടാ എങ്ങനെ പൊട്ടിക്കുന്ന അങ്ങനെയല്ല ഗൈസ്. ആ ഓ ഞാൻ സ്കൂപ്പ് ചെയ്യട്ടെ. എന്നാ സ്കൂപ്പി. എന്തോ വീട് ഇട്ടപ്പോഴത്തേക്ക് ഡബിൾ ഡോറാണ് എന്തുവാ ഡബിൾ റോളാണ്. ഗായ്സ്, ശ്രീകൃഷ്ണ പിയ വളരെ മനോഹരമായിട്ട് അതെന്താണെന്നറിയാവോ? ഇത് നല്ല കട്ടിയായിട്ടിരുന്നില്ല. നമ്മുടേത് ആണ് അതെടുക്കാഞ്ഞെന്ന് വെച്ചാൽ അത് കട്ടിയായിരുന്നു ഭയങ്കര. അതുകൊണ്ടിട്ടാണ് നേരത്തെ വരാഞ്ഞത്. മെൽറ്റ് ആയിട്ടുണ്ട്. എടി ഗുലാബ് ജാം പൊട്ടിക്ക്. അങ്ങോട്ട് തുറക്ക്. ഇങ്ങോട്ടാ ഞാൻ തുറക്കാം. അങ്ങനെയല്ലടി, ഇതിങ്ങനെ തുറന്നാൽ മതി. അങ്ങനെ വെക്കണ്ടതേ. ഇങ്ങോട്ടാ പിടി. പക്ഷെ ഇനി അടുത്ത പായസത്തിന് ഇങ്ങനെയാണ്. അതെനിക്ക് അറിയാം, പക്ഷെ എന്റെ കൈ കയറുന്നില്ലായിരുന്നു. അതെന്താ എടി ഐസ്ക്രീമിന്റെ സൈഡിൽ നീ വെച്ച് വെച്ച് കഴിച്ചോ? നീ ഇച്ചിരി എനിക്ക് ഐസ്ക്രീം മാത്രം മതി. ഇങ്ങനെയാണ് ഗുലാബ് ജാമുൻ ഐസ്ക്രീം കഴിച്ചത്. ഇങ്ങനെ എടുത്തിട്ട് ഇത്തിരി ഗുലാബ് ജാമുൻ ഇത് ഫ്രിഡ്ജിലോട്ട് നോക്കാം. എനിക്ക് വെളിച്ചായി പോകും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ല പിന്നെ കഴിക്കണ്ട. ഞാൻ ഇടക്കം മേടിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? സീരിയസ്ലി കൊള്ളാം. എന്നാ ബെന്നിയാണ്. മനസ്സമ്മതല്ലേ? ഇതും ഗുലാബ് ജാം വേണോ ഐസ്ക്രീം വേണോ? തീർന്നോ അപ്പച്ചി? ഇവിടെ ഉള്ള സാധനങ്ങൾ മൊത്തം ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പച്ചി? പായസം കഴിഞ്ഞ ഗായ്സ്? അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഗായ്സ് നമ്മളിത് വണ്ടി ബുള്ളറ്റൊക്കെ കൊണ്ട് കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായി. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. അപ്പച്ചി ടാറ്റ. ചിന്നൂടുണ്ട് ഗൈസ്, ഷേവിടുണ്ട്. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.